ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ പപ്പായ വെച്ചിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ശരീരത്തിന് പപ്പായൻ്റെ ആ ഒരു ഇല വെച്ചിട്ടും അതേപോലെ തന്നെ ആ ഒരു കറ വെച്ചിട്ടും അതേപോലെ തന്നെ ആ ഒരു തോല് വെച്ചിട്ടും എല്ലാം ഒരുപാട് ടിപ്സുകളുണ്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ടിപ്സുകളായിട്ടാണ് ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. പിന്നെ പല നാട്ടിലേക്ക് പല പേരാണ് കേട്ടോ ഇതിന് പറയുക. പപ്പായ പറയും, ഓമയ്ക്ക പറയും, അതേപോലെ കർമൂസ പറയും. എൻ്റെ നാട്ടിലേക്ക് ഇതിന് കർമൂസ എന്നാട്ടോ പറയുക. അപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ എന്താ പറയുക ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതാ ഒരു പപ്പായ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു പപ്പായ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു കറയും നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു മരുന്ന് തന്നെയാണ് കേട്ടോ ഈ ഒരു കറ. ഈ കറ ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കി കളയരുത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു പപ്പായ നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം തോലോടെ ചെറിയ പീസസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ തോല് ഒഴിവാക്കരുത് കേട്ടോ, ഒരിക്കലും തോല് ഒഴിവാക്കി കളയരുത്. പിന്നെ ഈ ഒരു കറ ഉണ്ടല്ലോ, പപ്പായ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പാല് പോലെ വെള്ള ഒരു പാല് പോലെ ഇങ്ങനെ കറ ഒലിക്കും. ആ ഒരു കറയും ഒരിക്കലും നമ്മൾ ഒഴിവാക്കി കളയരുത് കേട്ടോ. ഈ ഒരു കറയും ബെസ്റ്റ് സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ നമുക്ക് മരുന്നിനൊക്കെ വേണ്ടിയിട്ടുള്ള. അപ്പോൾ തോലോടെ തന്നെ ഈ ഒരു പപ്പായ നമുക്ക് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. എത്രയാണോ നമുക്ക് ഈ ഒരു വെള്ളം വേണ്ടത് അത്രത്തോളം നമുക്ക് പപ്പായ എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ചെറിയ പീസസ് ആക്കിയിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നല്ലോണം ഈ ഒരു പപ്പായ ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് വേവണം. അങ്ങനെ വെന്തിട്ടുള്ള ഈ ഒരു വെള്ളം നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എന്തൊരു വേദനയും നമുക്ക് പമ്പ കടക്കാനായിട്ട് പറ്റും കേട്ടോ. ശരീരവേദന, അതേപോലെ തന്നെ തണുപ്പായാൽ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ശരീരവേദന, കാലുവേദന, നീർക്കെട്ട്, പേശിവേദന എല്ലാം ഉണ്ടാവുമല്ലോ. എല്ലാ വേദനകളിൽ നിന്നും നമുക്ക് നല്ലൊരു വേദന സംഹാരി തന്നെ പറയട്ടോ ഈ ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ നമുക്ക് ആസിഡിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. ഈ ഒരു വെള്ളം നല്ലൊരു ഉത്തമമായിട്ടുള്ള വെള്ളം തന്നെയാണ്. യൂറിക് ആസിഡിനും ഗുളികയൊന്നും കുടിക്കേണ്ട. അപ്പോൾ നമുക്ക് ഇതേപോലെ പപ്പായ തിളപ്പിച്ചിട്ട് ആ ഒരു കറയും തോലും എടുക്കണേ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ തോലോടെയാണ് നമുക്കിത് കട്ട് ചെയ്തിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കേണ്ടത് കേട്ടോ. ഈ ഒരു തോലും അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കറയും വേണം ഈ ഒരു വെള്ളത്തിൽ കേട്ടോ. എന്നാലേ നമുക്ക് നല്ല പ്രതിഫലം കിട്ടുള്ളൂ. ഇപ്പോൾ അത് ഞാൻ തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ. ഈ ഒരു വെള്ളം നമ്മൾ എന്നും ദിവസം നമ്മൾ ഒരു ഗ്ലാസ്സെങ്കിലും നമ്മൾ ഈ ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നല്ല മാറ്റം നമ്മുടെ ശരീരത്തിന് കാണാനായിട്ട് പറ്റും. നീരെല്ലാം നമ്മുടെ ശരീരത്തിൽ പോയി കിട്ടാൻ പറ്റും. അതുമാത്രം തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് പെട്ടെന്ന് കുറയാനായിട്ട് പറ്റും കേട്ടോ. ഗുളികയൊന്നും കുടിക്കേണ്ട ആവശ്യമില്ല. യൂറിക് ആസിഡ് വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ ശരീരത്തിൽ ശരീരവേദനയൊക്കെ ഉണ്ടാവാൻ പറ്റുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു യൂറിക് ആസിഡിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു വെള്ളം നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ. ഇനി നമുക്കിതാ ഈ ഒരു പപ്പായ ഞാൻ ചെറിയ പീസസ് ആക്കിയിട്ട് വെന്ത് കിട്ടാൻ പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുക്കറിൽ വെച്ചിട്ട് രണ്ട് വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ അത് കുക്കായിരിക്കും, വേവൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ 2 വിസിൽ ഞാനിവിടെ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പപ്പായ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വറവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകും അതേപോലെ തന്നെ വറ്റൽമുളകും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു പപ്പായ വേവിച്ചതിലോട്ടേക്ക് ഇതും കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ വേവിച്ച് കഴിക്കുകയാണെങ്കിൽ ശരീരത്തിൽ വയറിൻ്റെ അസുഖം എല്ലാം, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വയറിൻ്റെ അസുഖങ്ങളെല്ലാം നമുക്ക് പമ്പ കടക്കാനായിട്ട് പറ്റും. അപ്പോൾ പപ്പായയും മാത്രമല്ല, പപ്പായൻ്റെ ഇലയും പപ്പായൻ്റെ കറയും പപ്പായൻ്റെ തോലും എല്ലാം നമുക്ക് ഔഷധ ഗുണമുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പപ്പായ ഇല ഒരു മരെങ്കിലും നമ്മുടെ വീട്ടിൽ നട്ട് നനച്ചുണ്ടാക്കുന്നത് വളരെയേറെ നല്ലത് തന്നെയാണ്. ഇപ്പം നമുക്കൊന്നും കറി വെക്കാനില്ലെങ്കിലും ഈ ഒരു പപ്പായ താളിപ്പ് മാത്രം മതിയിട്ട് നമുക്ക് ഒരു പറ ചോറുണ്ണാനായിട്ട് ഈ ഒരു താളിപ്പ് നമ്മുടെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ വേദനകളും നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും ചെയ്യും. അതുമാത്രമല്ല ഹൃദ്രോഗം, അതേപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ അളവ്, സ്ട്രോക്ക് തടയാനും പിന്നെ ശരീരത്തിലുണ്ടാകുന്ന എന്ത് വിഷാംശം നമുക്ക് പുറന്തള്ളപ്പെടാനും പറ്റും. അതുപോലെ കാലുവേദന, ശരീരവേദന, പേശിവേദന എല്ലാം നമുക്ക് നല്ലൊരു പരിഹാരം കണ്ടെത്താനായിട്ട് പറ്റും ഈ ഒരു വെള്ളം. അതേപോലെ തന്നെ ഈ ഒരു പപ്പായൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കറി വെക്കാനും തോരൻ വെക്കാനും താളിപ്പിനും എല്ലാം നല്ലത് തന്നെ. ഇനി ഫ്രൈ ചെയ്തിട്ടും കഴിക്കാം കേട്ടോ ഈ ഒരു പപ്പായ.
നമ്മൾ ചേനൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് മുളകും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തും കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്ത് രീതിയിലും നമുക്ക് ഈ ഒരു പപ്പായ വയറ്റിലെത്തി കിട്ടിയാൽ വളരെയേറെ നല്ലത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പപ്പായ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ അത് ഉപയോഗിക്കാനായിട്ട് നോക്കണേ. പിന്നെ യൂറിക് ആസിഡ് പെട്ടെന്ന് കുറയാനും ഒരുവിധം എല്ലാ അസുഖത്തിനും ഒരു പ്രതിവിധി തന്നെയാണ് കേട്ടോ ഈ ഒരു പപ്പായ. അപ്പം എല്ലാവരും ഈ ഒരു മരം ഒന്നെങ്കിലും നമ്മുടെ വീട്ടിൽ നട്ട് നനച്ചുണ്ടാക്കുന്നത് വളരെയേറെ നല്ലത് തന്നെയാണ്. ഈ പപ്പായൻ്റെ ഒരു മരം എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇല വെച്ചിട്ടും ഒരുപാട്, ഞാൻ ഈ ഒരു വീഡിയോൻ്റെ മുന്നിലൊക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ പപ്പായൻ്റെ ഇല വെച്ചിട്ടുള്ള ക്ലീൻ ടിപ്പുകൾ. അതുപോലെ തന്നെ പപ്പായൻ്റെ ഇലയും പപ്പായയും അതേപോലെ അതിൻ്റെ ആ ഒരു കറയും തോലും എല്ലാം നമുക്ക് ഔഷധ ഗുണമുള്ള ഒന്ന് തന്നെയാണ്. അപ്പം എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു പാത്രത്തിലോട്ടേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ, ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. അത് തേങ്ങ ചിരവിയിട്ട് ആ ഒരു തേങ്ങ ഈ ഒരു കൈപ്പിടിയിലെടുത്തിട്ട് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ള പാലാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ രാവിലെ നല്ല തണുപ്പാണല്ലോ രാവിലെ. അപ്പോൾ ഈ ഒരു തണുപ്പ് സമയങ്ങളിൽ നമ്മുടെ തൊലി സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിരിക്കും, ഒരു വലിഞ്ഞു മുറുകുന്നത് പോലെ തോന്നും. പിന്നെ നമ്മളിങ്ങനെ സ്കിന്നിൽ ഇങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ കോറി കൊടുത്താൽ ഒരു വൈറ്റ് പാടുകൾ പൊടികൾ ഇങ്ങനെ കാണും. അപ്പോൾ നമുക്ക് ആ ഒരു മുളിവും ചുളിവും ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ട് ഇതേപോലെ നമ്മുടെ സ്കിന്നിലെല്ലാം ഒന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ. മുഖത്തും അതേപോലെ തന്നെ നമ്മുടെ കയ്യിലും കാലിലെല്ലാം നമുക്ക് ഇതേ രീതിയിൽ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ തണുപ്പായിട്ടുണ്ടാവുന്ന ആ ഒരു ഡ്രൈനെസ് ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ സ്കിന്നിൽ. അത് മാത്രമല്ല നല്ല തണുപ്പാവുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഒരു വലിഞ്ഞു മുറുകുന്നത് പോലെ തോന്നും. നമുക്ക് സ്കിന്ന് ചുളിവും അതേപോലെ ചുക്കി ചുളിഞ്ഞതുപോലെയൊക്കെ ഉണ്ടാവും, മുളിവെല്ലാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു ചുളിവും മുളിവും എല്ലാം പോയിട്ട് നമ്മുടെ സ്കിന്ന് എപ്പോഴും നമുക്ക് യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. തേങ്ങാപ്പാൽ നല്ല രീതിയിൽ തന്നെ പുരട്ടിയിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫേസിലും നെക്കിലും കയ്യിലും കാലിലും എല്ലാം നമുക്ക് ഇതേ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു യുവത്വം നിലനിർത്താനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ വലിയവരിൽ മാത്രമല്ല കുട്ടികളിലും ഇത് വളരെയേറെ നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ഒരിക്കലും ഇതിൽ വെള്ളം കൂട്ടാനേ പാടില്ല കേട്ടോ. തേങ്ങ ചിരവിയിട്ട് ആ ഒരു തേങ്ങ ഒരു കൈപ്പിടി എടുത്തിട്ട് നല്ലോണം ഒന്ന് പിഴിഞ്ഞിട്ട് ആ ഒരു പാലാട്ടം നമുക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ഒരു ദിവസം നമ്മൾ ഒരു മുറി തേങ്ങെങ്കിലും നമ്മൾ ഉപയോഗിക്കാതിരിക്കില്ലല്ലോ അല്ലേ. നമ്മൾ കറിയിലായാലും അതേപോലെ പിട്ട് ചുടുമ്പോഴും എല്ലാം നമുക്ക് തേങ്ങ ആവശ്യമായിട്ട് വേണം. അപ്പോൾ നമ്മൾ തേങ്ങ ചിരവി കഴിഞ്ഞാൽ കൈപ്പിടിയിൽ ഒരു പിടി തേങ്ങ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഞെക്കി പിഴിഞ്ഞിട്ട് ആ ഒരു തേങ്ങാപ്പാൽ മതി കേട്ടോ നമ്മുടെ ഫേസിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ എന്തായാലും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വെള്ളത്തിലേക്ക് ഇതാ ഞാൻ കുറച്ച് ഗ്രാമ്പു ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇതാ ഗ്രാമ്പു ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്യാസ് അടുപ്പിലോട്ടേക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഗ്രാമ്പു ഇട്ട വെള്ളം നല്ല രീതിയിൽ തന്നെ തിളയ്ക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും ഈ ഒരു ഗ്രാമ്പൂവിൻ്റെ കേട്ടോ. ഈ ഗ്രാമ്പൂവിൻ്റെ സ്മെല്ല് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ ഒരു സ്മെല്ല്. അത് കാരണം ജീവികൾക്കൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തൊരു സ്മെല്ലാണ് കേട്ടോ ഗ്രാമ്പൂവിൻ്റെ സ്മെല്ല്. ഇനി നമുക്ക് ഈ ഒരു വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് കുറച്ച് കംഫർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു ഗ്രാമ്പൂവിൻ്റെയും അതേപോലെ ഈ ഒരു കംഫർട്ടിൻ്റെയും സ്മെല്ല് നല്ലൊരു അടിപൊളി സ്മെല്ല് തന്നെയാണ് കേട്ടോ. ഇനി നമുക്കിത് ചൂടൊക്കെ ഒന്ന് തണഞ്ഞതിന് ശേഷം ഇതേപോലത്തെ ഒരു കുഞ്ഞു ബോട്ടിലേക്ക് ഞാൻ ഒഴിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു വെള്ളം മതി, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് കേട്ടോ. നമ്മൾ കിച്ചണിൽ ജോലികളെല്ലാം കഴിഞ്ഞാൽ ഈ ഒരു വെള്ളം കുറച്ചൊന്ന് സ്പ്രേ ചെയ്തിട്ട് കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് നോക്കൂ. നല്ല രീതിയിൽ തന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. അതുമാത്രമല്ല കിച്ചൺ കൗണ്ടർ ടോപ്പിൽ വരുന്ന ആ ഒരു പ്രാണികളെയെല്ലാം നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും ചെയ്യും. അതുമാത്രമല്ല നമ്മുടെ രാത്രിയിൽ സിങ്കിൻ്റെ ഡ്രെയിനേജ് ഹോളിലും ഇത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഡ്രെയിനേജ് ഹോളിൽ കൂടെ വരുന്ന ജീവികളെല്ലാം നമുക്ക് അകറ്റി നിർത്താനായിട്ട് പറ്റും കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലും അതേപോലെ കൗണ്ടർ ടോപ്പിലും സിങ്കിലും എല്ലാം നമുക്ക് ഈ ഒരു വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു തരം പ്രാണികളെയും നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും അകറ്റി നിർത്താനായിട്ട് പറ്റും. ഉറുമ്പിനെയും അതേപോലെ എട്ടുകാലി, പല്ലി, പാറ്റ, കൂറ ഇവകളെല്ലാം നമുക്ക് നമ്മുടെ കിച്ചണിൽ നിന്ന് നമുക്ക് അകറ്റി നിർത്താനായിട്ട് പറ്റും കേട്ടോ. ഇതേ രീതിയിൽ നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് അതേപോലെ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടേബിളും ഈ ഒരു
സൊല്യൂഷൻ വെച്ചിട്ട് തുടച്ചു കഴിഞ്ഞാൽ മീനിൻ്റെ സ്മെല്ലും അതേപോലെ മുട്ട കഴിച്ച മുട്ടൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും. അപ്പോൾ ഈ ഒരു വെള്ളം വെച്ച് തുടച്ച് നോക്കൂ, നല്ലൊരു ഗ്രാമ്പൂവിൻ്റെ സ്മെല്ലും ആയിരിക്കും. അതേപോലെ തന്നെ അതിൽ നമ്മൾ കംഫർട്ടും ഒഴിച്ചു കൊടുത്തത് കൊണ്ടിട്ട് നല്ലൊരു സ്മെല്ല് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ നിലനിർത്താനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ബാഡ് സ്മെല്ലെല്ലാം പോയിട്ട് നല്ലൊരു എനർജി ആയിട്ടുള്ള ഒരു സ്മെല്ല് നമുക്ക് കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം, മറക്കല്ലേ. ഗ്രാമ്പൂ എന്തായാലും നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ. അതേപോലെ തന്നെ കംഫർട്ടും നമ്മുടെ തുണിയിൽ മുക്കാൻ മാത്രമല്ല കേട്ടോ, ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പിനായിട്ട് ഞാൻ ബാത്റൂമിലെ മഗ്ഗും അതേപോലെ ബക്കറ്റായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറേ ദിവസം കഴിയുമ്പോൾ ഇതേപോലെ ബക്കറ്റിൻ്റെ ഈ ഒരു അടിവശത്ത് കണ്ടില്ലേ, വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്നിട്ടുള്ള ആ ഒരു അഴുക്കാണ് കേട്ടോ അത്. കണ്ടില്ലേ, വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു അഴുക്കും. അതേപോലെ നമ്മൾ എപ്പോഴും വെള്ളം ഇങ്ങനെ നിറച്ചിടുന്ന ബക്കറ്റും മഗ്ഗൊക്കെ ആകുമ്പം ഒരു കൊഴുപ്പുണ്ടാവും ഈ ഒരു ബക്കറ്റിൽ. എത്ര വൃത്തിയുള്ള ബക്കറ്റ് ആണെങ്കിലും നമുക്ക് ആ ഒരു വഴുവഴുപ്പ് പോയി കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ നമുക്കിതിലേക്ക് ഡിഷ് വാഷോ സോപ്പും പൊടിയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു മഗ്ഗിലും ബക്കറ്റിലൊക്കെ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നമുക്ക് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് മെല്ലെ ഒന്ന് ഉരച്ച് കൊടുക്കുക കേട്ടോ. ഇതേ രീതിയിലൊന്ന് മെല്ലെ ഉരച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു വഴുവഴുപ്പും ആ ഒരു കൊഴുപ്പൊക്കെ പോയിട്ട് നല്ല രീതിയിൽ തന്നെ ആ ഒരു ബക്കറ്റിന് നല്ലൊരു നിറവ്യത്യാസം വന്ന് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിതിൽ പതക്ക് സോപ്പും പൊടിയോ ഒന്നും ഞാനിതിൽ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഒരു ഉപ്പ് മാത്രം മതി. ഈ ഒരു ഉപ്പിൻ്റെ അംശം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്കിതിൽ അഴുക്കും അതേപോലെ തന്നെ ചെളിയും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ അതാ ഞാൻ കണ്ടില്ലേ, സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് മെല്ലെ ഉരയ്ക്കുമ്പോഴേക്കും ആ ഒരു ചെളിയെല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ ആ ഒരു ബക്കറ്റും മഗ്ഗെല്ലാം നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കല്ലേ. നമ്മളെപ്പോഴും വെള്ളം നിറച്ച് വെക്കുന്ന ബക്കറ്റ് എന്തായാലും കൊഴുപ്പുണ്ടാവും. ആ ഒരു വഴുവഴുപ്പൊക്കെ പോയിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു ടിപ്സുകൾ കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതേപോലെ തന്നെ നിർദ്ദേശങ്ങളും എല്ലാം എന്നെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാനും കൂടെ മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കാണുമ്പോഴാണ് എനിക്ക് വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം കിട്ടുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോക്ക് കമൻറ്റ് ഇടാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.